ആശ എന്ന ലേബലില് ഒരു കൂട്ടം മാസങ്ങളായിട്ട് ഈ സർക്കാരിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വാക്കെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ അവർ തയ്യാറല്ല. SUCI എന്ന സംഘടന ആശാവർക്കർമാരാണ് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥ ആശാവർക്കർമാരാണോ? യഥാർത്ഥ ആശാവർക്കർമാരാണെങ്കിൽ ഈ പെരുമഴക്കാലത്ത് ഞങ്ങളിൽ നിൽക്കുന്ന ഓരോരുത്തരും ഇവിടെ നിൽക്കുമ്പോഴും അവരുടെ എല്ലാ ഏരിയകളും ഡെങ്കിപ്പനി അടക്കം പല പകർച്ചവ്യാധികളും പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ അവരവരുടെ ഏരിയയിൽ ജോലി ചെയ്യാതെ ഈ സർക്കാരിനെതിരെ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന SUCIയിലുള്ള ആശാവർക്കർമാരല്ല ഞങ്ങള്, നിലപാടുള്ള ആശാവർക്കർമാരാണ്. അവർ ഒറിജിനൽ അല്ല എന്നല്ലേ ഞങ്ങൾ പറയേണ്ടി വരികയാണ്. ആ ഒറിജിനൽ ആണെങ്കിൽ അത്രയും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ആശാവർക്കർമാരല്ല, 6 മാസം സമരം ചെയ്തതൊന്നും ആശാവർക്കർമാരല്ല എന്ന് തന്നെ ഞങ്ങൾ തീർത്ത് പറയും. ആശാവർക്കർമാരാണെങ്കിൽ അവര് വർക്ക് ഞങ്ങൾക്ക് ഈ സർക്കാർ വന്നതിന് ശേഷം ഇപ്പൊ മിനിമം ഒരാൾക്ക് എന്ന് ഞാൻ പറയാണ്, മിനിമം ഒരാൾക്ക് 10 രൂപ എന്തായാലും കിട്ടും. നമ്മുടെ ഏരിയകൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ഇതിൽ വർധനവുണ്ടാവും. 15,000 വരെ വാങ്ങുന്ന ആശാവർക്കർമാർ ഞങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള തെളിവുകളടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. തെളിവുകളടക്കം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അവർ സർക്കാരിനെതിരെ തിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢലക്ഷ്യമായിരുന്നു. അത് മാത്രമല്ല ആർക്കെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചോ? അതുകൂടി ഞങ്ങൾ പറയാണ് SUCI എന്ന സംഘടന ഈ നിലമ്പൂരിലേക്ക് വരുന്നതിന് മുന്നേ ഞങ്ങളെല്ലാം നിലമ്പൂരിലെത്തുമ്പോ ഞങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഇന്ന സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കണം എന്ന രീതിയിലാണ് നമ്മൾ വരുന്നത് എന്ന് കരുതി ഞങ്ങള് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാണ് വരുന്നതെന്നോ BJPന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാണോ വരുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ അവര് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിലമ്പൂരിൽ ഞങ്ങൾ സ്വരാജിനെ തോൽപ്പിക്കാനാണ് വരുന്നതെന്നാ. എന്നാൽ അവരിന്റെ ഒരു വേറൊരു പാർട്ടിയുടെ പേര് പറഞ്ഞു. അവര് പറഞ്ഞെന്താ, കോൺഗ്രസിന് വോട്ട് കൊടുത്താലും BJPക്ക് വോട്ട് കൊടുത്താലും ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കില്ല. അപ്പൊ അവരുടെ നിലപാടെന്താ? ഞങ്ങള് വ്യക്തമായിട്ട് ശക്തമായ നിലപാടെത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഫീൽഡില് രാഷ്ട്രീയമല്ല. ഇലക്ഷൻ വരുന്ന സമയത്ത്, ഇങ്ങനെ ഒരു മത്സരം വരുന്ന സമയത്ത് തീർച്ചയായും ഞങ്ങളത് രാഷ്ട്രീയപരമായിട്ട് കുടുംബമില്ല, പിന്നെ ആശി വേണ്ട എന്ന് വെച്ചിട്ട് വിപ്ലവാഭിവാദ്യങ്ങൾ. ഓക്കെ.